ഹലോ ഗായ്സ്, ദിസ് ഇസ് ഫ്രേയ ഹിയർ. അപ്പം ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് കംഫർട്ട് സോൺ കാരണം നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളും എൻ്റെ എക്സ്പീരിയൻസ് കോഴ്സസ് ഇതൊക്കെ പറയാനാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ വീട്ടിലിരിക്കുമ്പോൾ മിക്കപ്പോഴും കംഫർട്ട് സോണിലാണ്. ഇപ്പം എനിക്ക് വെക്കേഷൻ സമയമാണ് സത്യം പറഞ്ഞാൽ. സോ ഞാനിപ്പം മിക്കപ്പോഴും കംഫർട്ട് സോണിലിരിക്കുന്നത്. പക്ഷേ എന്നാലും ഞാൻ എൻ്റെ ഫ്യൂച്ചറിൽ ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ റിസർച്ച് ചെയ്യും, കുറേ വീഡിയോസ് കുറേ കാണും, ഞാൻ മാക്സിമം അത് അപ്ലൈ ചെയ്യാൻ നോക്കും. സോ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്രൊഡക്റ്റീവായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ നേരത്തേക്കാളും കുറേ ബെറ്റർ ആയിട്ടുണ്ട്. ഇപ്പം എടുത്ത് നോക്കണമെങ്കിൽ എൻ്റെ 11th 12th ലൈഫ്, ഇപ്പം ഞാൻ വെക്കേഷൻ സമയത്തുള്ള ലൈഫ് നോക്കുകയാണെങ്കിൽ അപ്പോഴത്തേക്കാളും ഞാൻ കൂടുതൽ ബെറ്റർ ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോഴത്തെ ലൈഫ് ഫുൾ ടൈം കംഫർട്ട് സോണിലായിരുന്നു ഞാൻ. അതിനെക്കുറിച്ച് ഞാൻ ലേറ്റർ പിന്നീട് പറയാം. അപ്പോൾ ഈ കംഫർട്ട് സോൺ കാരണം ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ട് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പ്രോക്രാസ്റ്റിനേഷൻ, ഡേ ഡ്രീമിങ്, ലേസിനെസ്, പിന്നെ വർക്കൊക്കെ പിന്നത്തേക്ക് മാറ്റി വയ്ക്കുക, കൂടുതൽ സമയം സോഷ്യൽ മീഡിയയിൽ ടൈം സ്പെൻഡ് ചെയ്യുക. ഇതായിരുന്നു 11th and 12th ഫുൾ ടൈം കംഫർട്ട് സോണിൽ നിന്നപ്പോൾ ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞത്. സോ കംഫർട്ട് സോണിൽ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ കംഫർട്ട് സോണിലിരിക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ ഫുൾ ടൈം റിലാക്സ്ഡ് ആയിരിക്കും, ലൈക്ക് കൂടുതലും റിലാക്സ്ഡ് ആയിരിക്കും. നമ്മളായിരിക്കും നമ്മുടെ ലിമിറ്റേഷൻ സെറ്റ് ചെയ്യാൻ, എപ്പോൾ കഴിക്കണം, എപ്പോൾ കുടിക്കണം, ഉറങ്ങണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളങ്ങനെ സെറ്റ് ചെയ്യണം. വീട്ടുകാരിപ്പോൾ വന്ന് പറയും നീ ഇങ്ങനെ കഴിക്കണം, കുടിക്കണം, ഉറങ്ങണം കൃത്യസമയത്ത്. പക്ഷേ നമ്മളത് വലിയ കാര്യമായിട്ട് എടുക്കില്ല. ഇപ്പുറത്തെ ചെവിയിലൂടെ കേട്ടിട്ട് അപ്പുറത്തെ ചെവിയിലൂടെ വിടും. നമ്മൾ ലൈറ്റായിട്ട് എടുക്കില്ല. കാരണം ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മൾ തന്നെയായിരിക്കും നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കണം. വീട്ടുകാർ പറയും തീരുമാനിക്കുകയൊക്കെ ചെയ്യും, നമ്മളത് കേൾക്കണം എന്നില്ല. ഒരു 14 to 15 ഇയേഴ്സൊക്കെ ആകുമ്പോൾ ലൈക്ക് നമ്മൾ ചിലപ്പോൾ നമ്മുടെ കയ്യിലേക്ക് നമ്മുടെ കാര്യങ്ങൾ കൺട്രോളിൽ നിൽക്കണം. എപ്പോഴും വീട്ടുകാർക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഈ കംഫർട്ട് സോണിൽ ഇരിക്കുന്ന കാരണം എന്താവുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ പുതിയ കാര്യം പഠിക്കണം, അല്ലെങ്കിൽ പഴയതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യണം, അല്ലെങ്കിൽ പുതിയ കാര്യം പഠിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന വെച്ചാൽ അതൊക്കെ നിന്ന് പോകും ഫുൾ നമ്മൾ കംഫർട്ട് സോണിൽ ഇരിക്കുമ്പോൾ. പിന്നെ നമ്മൾ കുറേ ഓപ്പർച്യൂണിറ്റീസ് മിസ് ചെയ്യും. അതായത് ഇപ്പോൾ പ്രമോഷൻ, ഇപ്പോൾ സ്കൂളിലാണെങ്കിൽ കൾച്ചറൽ ആക്ടിവിറ്റീസ്, കാര്യങ്ങൾ, നമ്മുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ നമ്മുടെ ഫ്രണ്ട്സായിട്ടുള്ള ബന്ധം, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി റിലേഷൻഷിപ്പ്, ഫാമിലി മെമ്പേഴ്സായിട്ടുള്ള നമ്മുടെ ബന്ധം, ഫാദർ മദർ ചൈൽഡ്, ഇതൊക്കെ നമ്മൾ ഒരുപാട് മിസ് ചെയ്യും ഈ എപ്പോഴും കംഫർട്ട് സോണിൽ തന്നെ ഇരിക്കണം എന്നുള്ളവർക്ക്. അപ്പോൾ സെൽഫ് കെയർ, പേഴ്സണൽ ഡെവലപ്മെൻറ്റ്, ഇതൊക്കെ നമ്മൾ പിന്നിലോട്ട് പോകും, ഭയങ്കര പിന്നിലോട്ട് പോകും കംഫർട്ട് സോണിൽ ഇരുന്ന് കഴിഞ്ഞാൽ. പിന്നെ എപ്പോഴും നമ്മളൊരു ബോർഡമിലേക്ക് ആയിരിക്കും പോകണം. കംഫർട്ട് സോണിൽ ഫുൾ ടൈം ഇരിക്കുമ്പോൾ ഒരു ബോർഡമിൽ പോകും. എപ്പോഴും നമ്മൾ ഒരിടത്ത് ഇങ്ങനെ സ്റ്റക്കായി കിടക്കും. നമുക്ക് ലൈക്ക് ഒന്നും ഫുള്ളാകത്തില്ല. നമുക്കൊന്നിലും ഒരു തൃപ്തി വരില്ല. എല്ലാം ഇങ്ങനെ ഒന്നിലും ഒരു പൂർണ്ണത ഇല്ലാണ്ടിരിക്കും. സോ ഇത് കാരണം നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു കംഫർട്ട് സോണിലിരിക്കുമ്പോൾ നമ്മൾ ഒരു ചാലഞ്ചസും നമ്മൾ ഫേസ് ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമുക്ക് പെട്ടെന്നൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ്സ് കയറും, നമുക്കത് ഡീൽ ചെയ്യാൻ പറ്റില്ല. അത് ആൻസൈറ്റി, ഡിപ്രഷൻ, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പോകും. പിന്നെ നമ്മൾ പുറത്ത് കിടക്കാൻ ശ്രമിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതിനെ പുറത്ത് കിടക്കാമെന്ന് പറഞ്ഞാൽ. പിന്നെ നമുക്ക് ലൈഫ് എപ്പോഴും കോൺസ്റ്റൻ്റ് ഒന്നുമില്ല, എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും ലൈഫ് എന്ന് പറയുമ്പോൾ. ലൈഫ് അങ്ങനെയാണ്, ഒരിക്കലും ഒരു സ്ഥലത്ത് അങ്ങനെ നിൽക്കത്തില്ല. സോ അങ്ങനെ ചേഞ്ച് ആകുമ്പോൾ നമ്മൾ അതായിട്ട് അഡാപ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കംഫർട്ട് സോണിൻ്റെ പുറത്തായിരിക്കണം. പക്ഷേ കംഫർട്ട് സോണിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ ലൈഫ് പോകണനുസരിച്ച് അതിൻ്റെ ഒപ്പം പോകുന്നതെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതാണ് ലൈഫ് ചേഞ്ച് ആകുമ്പോൾ പല ചേഞ്ചസ് വരുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യാൻ തയ്യാറാവണം. പിന്നെ നമുക്കിപ്പോൾ ഒരു സ്കൂളിലായിക്കോട്ടെ, കോളേജിലായിക്കോട്ടെ, നമുക്ക് കൾച്ചറൽ ആക്ടിവിറ്റീസ്, വേറെ വല്ല പ്രോഗ്രാംസൊക്കെ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ കഴിയില്ല. കാരണം വെച്ചാൽ നമ്മൾ അതിന് മാറി നിൽക്കും. നമുക്ക് ഡൗട്ടായിരിക്കും, നമ്മളിത് ചെയ്താൽ ശരിയാവുമോ, മറ്റുള്ളവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ നമ്മളിത് ചെയ്യുമ്പോൾ മോശമാവും, അവർ മോശം പറയും, ഇങ്ങനത്തെ ചിന്തകളൊക്കെ വരും. നമുക്ക് കോൺഫിഡൻസ് ഒന്നും കാണില്ല. സോ അതൊരു പ്രോബ്ലം തന്നെയാണ്. പിന്നീട് നമ്മൾ റിഗ്രറ്റ് ചെയ്യും. ഇപ്പം ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് 11th and 12th കാര്യം തന്നെ ഓർക്കുമ്പോൾ. പിന്നെ നമുക്ക് ആൻസൈറ്റിയും ഡിപ്രഷനൊക്കെ കൂടും എപ്പോഴും കംഫർട്ട് സോണിൽ ഇരുന്ന് കഴിഞ്ഞാൽ. നമുക്കെപ്പോഴും നമ്മളൊന്നിനും കൊള്ളില്ല, അല്ലെങ്കിൽ നമ്മളൊന്നിനും താല്പര്യമില്ലാത്ത ഒരാളായിട്ട് നമുക്ക് തോന്നും നമുക്ക്. പിന്നെ തോൽവി, ക്രിറ്റിസിസം, ഇതൊക്കെ കേൾക്കാൻ ഭയങ്കര പേടിയായിരിക്കും എപ്പോഴും. അപ്പം നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു അർത്ഥമില്ലാത്ത രീതിയിലേക്ക് പലപ്പോഴും പോകും. നമ്മൾ പല അഡ്വഞ്ചേഴ്സും മിസ് ചെയ്യും. നമ്മൾ ട്രിപ്പ്, ഫ്രണ്ട്സിനോട് ട്രിപ്പ്, ഫാമിലി ട്രിപ്പ്, നമ്മൾ കംഫർട്ട് സോണിൽ നിന്ന് നമ്മൾ പലതും അങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ മിസ് ചെയ്യും.
പിന്നെ ഇമ്പോർട്ടൻ്റ് കാര്യം ഇപ്പം എൻ്റെ എക്സ്പീരിയൻസിനെ പറ്റി പറയുവാണെങ്കിൽ തന്നെ എനിക്ക് സ്കൂളിൽ പ്രോജക്റ്റ് വന്ന് 12th പ്രോജക്റ്റ് വന്നപ്പോൾ എനിക്ക് സ്ട്രെസ്സ് കയറി വന്ന് പെട്ടെന്ന്. ബിക്കോസ് ഞാൻ 11th ആൻഡ് 12th ഫുൾ കംഫേർട്ട് സോണിലാണ് ഇരുന്നത്. അപ്പോൾ കംഫേർട്ട് സോണിൽ ഇരുന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് സ്ട്രെസ്സ് കയറി. ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ഡീൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ പാരൻസും ടീച്ചേഴ്സൊക്കെ വേണ്ടി വന്നതിനെ ഹെൽപ്പ് ചെയ്യാം പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. പിന്നെ എനിക്ക് 11th ആൻഡ് 12th സ്കൂൾ ട്രിപ്പ് ഉണ്ടായിരുന്നു, ഞാൻ പോയില്ല. ഞാൻ 11th പോയില്ല 12th പോയില്ല. ബിക്കോസ് എനിക്ക് ആ കംഫേർട്ട് സോണിൽ ഇരിക്കുന്നതുകൊണ്ട് അതിനൊരു താല്പര്യമില്ല, അങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ ഞാനൊരു കൾച്ചറൽ ആക്ടിവിറ്റീസിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല, കാരണം എനിക്ക് പേടിയായിരുന്നു. ബിക്കോസ് അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അവർ കാണുമ്പോൾ കൊള്ളൂല്ല, ശരിയാവില്ല, മോശമാവില്ല, എനിക്കിത് ചെയ്യാൻ കഴിയില്ല, എൻ്റെ ചിന്തകളൊക്കെ കയറി വന്നു. എനിക്ക് ഞാൻ ഒന്നിനും കൊള്ളില്ല, എനിക്കൊന്നിനും കഴിവില്ല എന്നൊരു ചിന്ത വരെ എനിക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറേ ലീവൊക്കെ എടുത്തു, കാരണം എനിക്ക് എക്സാംസ് ഫേസ് ചെയ്യാൻ പേടിയായിരുന്നു. ബിക്കോസ് എക്സാംസ് ഫേസ് ചെയ്യുമ്പോൾ അത് മിസ്സുമാർ മാർക്ക്, ഞാൻ ഒന്നും പഠിച്ചിട്ടില്ലേക്ക്, അപ്പോൾ മിസ്സുമാർ മാർക്ക് പറയുമ്പോൾ മിസ്സുമാർ എന്ത് ചെയ്യും, എന്നെ വഴക്ക് പറയും, കാര്യം. അപ്പോൾ അതൊക്കെ ഫേസ് ചെയ്യാൻ എനിക്ക് പേടിയായിരുന്നു. ഞാൻ ഒന്നും പഠിക്കാത്തതിൻ്റെ കാരണം ഞാൻ കംഫേർട്ട് സോണിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെയായിരുന്നു. അപ്പോൾ ഈ കംഫേർട്ട് സോണിൽ നിന്ന് എങ്ങനെ പുറത്ത് വരണം എന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പം നമുക്കറിയാം കംഫേർട്ട് സോണിൽ ഇരിക്കുന്ന ആൾക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ അവരുടെ പ്ലേസ് അല്ലെങ്കിൽ അവരുടെ സ്റ്റഡി ടേബിൾ ഫുൾ അലങ്കോലമായിരിക്കും. അപ്പോൾ ഫസ്റ്റ് അതൊക്കെ ഒന്ന് ഒതുക്കി വൃത്തിയാക്കി തുടച്ച് വയ്ക്കുക. നമ്മുടെ സ്പേസ് എപ്പോഴും നീറ്റാക്കി വയ്ക്കുക. പിന്നെ സെക്കൻഡ്, നമ്മൾ ഫ്രഷ് ആയിട്ട് വേണം തുടങ്ങണം എല്ലാ കാര്യം. നമ്മളിപ്പോൾ സ്പേസ് ഒക്കെ ക്ലീൻ ആക്കി നമ്മൾ ഫ്രഷ് ആയിട്ട് തുടങ്ങണം. നമ്മൾ എക്സലൻ്റ് ആവാൻ ഒരിക്കലും ചിന്തിക്കരുത്. എക്സലൻ്റ് ആവാൻ ചിന്തിച്ചാൽ ഒന്നും നടക്കില്ല. ഫസ്റ്റ് നമ്മൾ തുടങ്ങി വയ്ക്കുക. എന്നിട്ട് നമുക്കിപ്പം ഡയറീസ് ആവശ്യമാണ് നമ്മുടെ ജീവിതത്തിൽ. അത് ഞാൻ പറയുന്ന കാര്യം വെച്ചാൽ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുകയാണ്. ഒന്ന്, നമുക്ക് നമ്മുടെ സെൽഫ് ജേൺ തോട്ട്സ് ഇതൊക്കെ എഴുതാൻ നമുക്കൊരു ഡയറി സെപ്പറേറ്റ് ആവശ്യം. പിന്നെ നമ്മുടെ ഡെയിലി ടാസ്കും കാര്യങ്ങളൊക്കെ എഴുതാൻ വേറൊരു ഡയറി. പിന്നെ നമ്മുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ ടിപ്സും ട്രിക്സും കാര്യങ്ങൾ അതിന് വേണ്ടി നമുക്ക് ഇങ്ങനെ ഒരു ഡയറി ആവശ്യമാണ്. അപ്പോൾ ടോട്ടൽ 3 ഡയറി ഇങ്ങനെ നിങ്ങൾക്ക് വേണം കേട്ടോ. ഇത് ഞാനിങ്ങനെ ഫോളോ ചെയ്യണം, അതുകൊണ്ട് പറഞ്ഞതെന്നുള്ളൂ. പിന്നെ മെഡിറ്റേഷൻ, ഫിസിക്കൽ ഫിറ്റ്നസ് ഒക്കെ നല്ലതാണ്. ഞാൻ മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്. ഞാൻ ഒരു സമയത്ത് ഫിസിക്കൽ ഫിറ്റ്നസ് നോക്കിയിരുന്നു, ഇപ്പം ഞാൻ നോക്കണമൊന്നുമില്ല. ഇപ്പം മഴയതുകൊണ്ട് പുറത്ത് നടക്കാനൊന്നും പോകാൻ പറ്റില്ല. സോ മെഡിറ്റേഷൻ പക്ഷേ ഞാൻ വല്ലപ്പോഴൊക്കെ ചെയ്യാറുണ്ട്. ഫ്രീക്വൻസി വെച്ചിട്ടാണ് ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നത്, സോൾഫിഡ് ഫ്രീക്വൻസീസൊക്കെ വെച്ചിട്ട്. പിന്നെ നമ്മൾ കുറച്ച് സമയം നമുക്ക് വേണ്ടി നമ്മൾ മാറ്റി വയ്ക്കണം, റിഫ്ലക്റ്റ് ചെയ്യാൻ. നമ്മുടെ പാസ്റ്റ് റിഫ്ലക്റ്റ് ചെയ്ത് അതിൻ്റെ മിസ്റ്റേക്സ് മനസ്സിലാക്കാൻ, ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് കറക്റ്റ് ചെയ്യാൻ നമ്മൾ കുറച്ച് സമയം നമ്മൾ മാറ്റി വയ്ക്കണം. പിന്നെ എന്താണ്, നമ്മൾ ഈ ഇപ്പം നമുക്ക് ഡയറീസിലൊക്കെ നമ്മൾ തോട്ട്സ് എഴുതി, നമ്മൾ ഇപ്പോൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ തന്നെ നമ്മൾ നമ്മുടെ ഡെയിലി ടാസ്ക് നമ്മൾ ഡയറിയിൽ എഴുതുന്നത് ഭയങ്കര നല്ലതാണ്. കാരണം അത് എഴുതിയിട്ട് നമുക്ക് ഗോൾസ് ഇട്ടാൽ നമ്മൾ പേജ് മറിച്ച് നോക്കുമ്പോൾ അത് ചെയ്യാനുള്ള ചാൻസസ് സയൻറ്റിഫിക്കായിട്ട് പറയുന്നതാണ്, അത് കൂടി വരും. നമ്മൾക്ക് അത് ചെയ്യാനുള്ളൊരു ടെൻഡൻസി കൂടി വരും. സോ ലൈഫ് എപ്പോഴും ഒരുപോലെയല്ല, ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ചേഞ്ച് ആവുന്നതനുസരിച്ച് നമ്മൾ അഡാപ്റ്റ് ആവണമെങ്കിൽ, നമുക്ക് ആ ചേഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നെങ്കിൽ, നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ നമ്മൾ കംഫേർട്ട് സോണിൽ നിന്ന് പുറത്ത് വന്നേ പറ്റൂ. അപ്പോൾ എൻ്റെ 11th ആൻഡ് 12th എക്സ്പീരിയൻസ് തന്നെ പറഞ്ഞാൽ മതി. ഞാൻ ഫുൾ ടൈം കംഫേർട്ട് സോണിൽ ഇരുന്നിട്ട് എന്തൊക്കെ ഞാൻ മിസ് ചെയ്തു, എന്തൊക്കെ ഞാൻ സ്ട്രെസ് എനിക്ക് അനുഭവിക്കേണ്ടി വന്നു, ഇതൊക്കെ നോക്കിയാൽ തന്നെ അറിയാം. സോ ലൈഫ് മാറുന്നതനുസരിച്ച് നമ്മളും മാറണം, അത്ര. അപ്പോൾ അതിന് വേണ്ടി കംഫേർട്ട് സോണിന് പുറത്തെപ്പോഴും വേണം. സോ ഇത്ര ഉള്ളിൽ നിന്നിട്ട് എൻ്റെ വീട്. താങ്ക് യു.